ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പല സൈസ് ബാൾസും കാണാം, പല കളറുകൾ. റോസപ്പൂ പോലെയുള്ള ബാൾസൊക്കെ കാണാം, ഡബിൾ പെറ്റൽ. നോക്ക്, റോസപ്പൂ പോലെയുള്ള ബാൾസും കണ്ടോ. ഇത് മഞ്ഞ, റോസ് കളർ കണ്ടോ. ഇത് റോസപ്പൂ പോലെ, റോസപ്പൂ പോലെയുള്ള ഡബിൾ പെറ്റൽ ബാൾസും കണ്ടോ. ഇങ്ങനെ പല കളർ, പല സൈസുള്ള ബാൾസും കാണാം കൂട്ടുകാരെ. ഇതുണ്ടോ, ഈ ഓറഞ്ച് കളറിന് എന്നാ ഭംഗിയാന്ന് നോക്കും. കണ്ടോ, ഇത് ചില മുരടിപ്പ് വരുമ്പോഴില്ലേ, തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് സ്പ്രേ ചെയ്യുക കേട്ടോ. ആദ്യമേ കാണുമ്പോഴേ സ്പ്രേ ചെയ്യണം, അപ്പോൾ ആ മുരടിപ്പ് മാറും. കണ്ടോ, നല്ല രസമല്ലേ റോസപ്പൂ പോലെ. മുരടിപ്പ് വന്നാൽ ഞാൻ അങ്ങനെ തളിച്ച് മാറി. കണ്ടോ, വയലറ്റ് നല്ല ബാൾസം, നല്ല ബാൾസം കണ്ടോ, കാണാൻ ഭംഗിയല്ലേ. ഇത് പൂവ് ഉണ്ടാകാൻ ഒത്തിരി താമസിക്കും. ഇങ്ങനെ എല്ലാ സൈസ് ബാൾസും ഞാൻ നട്ടുപിടിപ്പിക്കുക, കാണാൻ ഭംഗിയല്ലേ. ഇതുകൊണ്ട് വെള്ളം നല്ല രസമല്ലേ. ഇത് കൂട്ട് 2 തണ്ട് മാത്രമുള്ളേ. ഞാൻ പാലക്കാട് പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നാണ്. നല്ല രസമല്ലേ ഇത് കാണാൻ. ഇത് പൂവിടാൻ ഒത്തിരി താമസിക്കും കേട്ടോ. ഇതിന് വിത്തും ഉണ്ടാവും, കട്ടിങ്സ് നട്ടും പിടിപ്പിക്കാം. ഇത് അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചാണേ. എന്നാ ഭംഗിയല്ലേ. ഇത് തലപ്പ് ഒടിച്ച് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വേര് പിടിപ്പിക്കാം കേട്ടോ. ഡബിൾ പെറ്റൽ നല്ല രസമല്ലേ കാണാൻ. ഇത് ഞാൻ ഒരു ഇടുക്കിയിലുള്ള ഒരാളോട് മേടിച്ചാണേ, കൊറിയർ ചെയ്ത് വരുത്തി മേടിപ്പിച്ച ഡബിൾ പെറ്റല്ലേ. ഇങ്ങനെ എവിടെ പോയാലും ഇവിടെ വീട്ടിലില്ലാത്ത സൈസ് ഞാൻ മേടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഇത് നല്ല രസമല്ലേ, കാശിത്തുമ്പ. പിന്നെ കളറായി ബാൾസത്തിനല്ലേ. വിരിയാൻ തുടങ്ങുന്നു കണ്ടോ. കണ്ടോ, ധാരാളം ബാൾസം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിങ്കാ റോസ് ഇതോടെ ഒരുമിച്ച് നട്ടാലില്ലേ, അത് രണ്ടും ഒരുപോലെ തോന്നും. കണ്ടോ, റോസ് പോലെ തന്നെയല്ലേ കട്ട ബാൾസം, ഡബിൾ പെറ്റൽ. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. ഇതിൻ്റെ ഈ ഡബിൾ പെറ്റൽ ബാൾസത്തിൻ്റെ പൂവില്ലേ, പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അതേ ഞെടുപ്പിന് ബലക്കുറവാണേ. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് മഞ്ഞ, ഓറഞ്ച് കളർ ഡബിൾ പെറ്റൽ. പിന്നെ പല സൈസ് ബാൾസും വെച്ച് പിടിപ്പിക്കുകയാണ്. മഞ്ഞ, ഇതൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചാണ്. ഓരോ ദിവസം വിരിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നതാണേ. മഴയത്തും വെയിലത്തും പൂക്കൾ തരും.
അധികം വെയിൽ പറ്റിയല്ല കേട്ടോ, ഷെയ്ഡി വെച്ചാൽ മതിയേ. ചുമപ്പ് കളർ, ചുവപ്പ് കളറ്, അജന്ത കളറ് എല്ലാം ഉണ്ട്. വയലറ്റ് കളറ്, റെഡ് കളറ്, വേറെ സൈസ് ബാൾസും അല്ലേ. ഇലയ്ക്കെല്ലാം നീളമുണ്ട്. കണ്ടോ, ഡബിൾ പെറ്റലിലെ താമരപ്പൂ വിരിഞ്ഞു വരുന്ന പോലെ ഉണ്ടല്ലേ. ഒരു ചട്ടിയിലേ ഉള്ളൂ ഈ ബാൾസം, എല്ലായിടത്തും ഓടിച്ചൊടിച്ച് നടണം. ഞാൻ ഈ ചട്ടിയിൽ ഇച്ചിരി മണ്ണ് ഇടുകയുള്ള, കാൽഭാഗം. കണ്ടോ ബാൾസത്തിൻ്റെ കൂട്ടം കണ്ടോ. പല സൈസ് എല്ലാവരുടെ ഒരു ചട്ടിയിലാണ് പല കളർ ബാൾസം നട്ടേക്കുന്നത്. ഇപ്പം കാണാൻ ഭംഗിയില്ലേ, നല്ല ബുഷിയായിട്ട് നിന്നോളൂ. വളമായിട്ട് ഞാൻ എന്നും പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിക്കും കേട്ടോ. ഇന്നത്തെ കഞ്ഞിവെള്ളം നാളെ രാവിലെ ഒഴിക്കും. കണ്ടോ നല്ല കളറല്ലേ, കണ്ണഞ്ചിക്കുന്ന കളറാണ് ഈ ബാൾസത്തിനല്ലേ. ഇതുകൊണ്ട് കട്ട ബാൾസം എത്ര എണ്ണമെന്ന് നോക്കിയ പൂക്കൾ. ധാരാളം പെറ്റൽസ് ഉണ്ട്, ഡബിൾ പെറ്റൽസ്, ധാരാളം ഇതളുകൾ ധാരാളമുണ്ട്. കണ്ടോ നല്ല രസമല്ലേ, റോസപ്പൂ പോലെ. റോസയ്ക്കാകുമ്പോൾ മുള്ളുണ്ട്, ഇതിന് മുള്ളില്ല. ഇതിന് 2 തണ്ട് കൊണ്ട് നട്ടാണ് അത് അതുപോലെ പൂവിട്ടു. നല്ല കളറല്ലേ കൂട്ടുകാരെ. വെള്ളം ഒഴിച്ച് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ തണ്ട് നട്ടിട്ടല്ലേ തണലത്ത് കൊണ്ട് വെക്കുക. അത് കഴിഞ്ഞിട്ടില്ലേ ഒരു 2-3 ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴത്തേനും ഇത് പിടിച്ച് വരും. എന്നും വെള്ളം ഒഴിച്ചാൽ ഇതാ ചീഞ്ഞ് പോകുന്ന, അഴുകിപ്പോന്ന്, വേര് പിടിക്കാതെ പോകുന്നേ. ഇങ്ങനെ ഇത് നട്ട് പിടിപ്പിക്കും. ഞാനിത് എങ്ങനെയാണ്, ഇത് നട്ടിട്ട് തണലത്ത് കൊണ്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിക്കുള്ളൂ. ലേശം വെള്ളം ഒഴിക്കണം. ചിലർക്ക് ബാൾസം പിടിക്കലെന്ന് പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അത് അതിനൊക്കെ എന്ത് കളറാണ് നോക്കി. ഞെടുപ്പിന് വിലക്കുറവ് കാരണമേ പെട്ടെന്ന് അത് പൊഴിഞ്ഞു പോവുകയേ. പിന്നെ കാശിത്തുമ്പയുണ്ട്, പല കളർ ബാൾസ്, അങ്ങനത്തെ ബാൾസുണ്ട്. അത് കാണാവേ ഈ വീഡിയോയിൽ. ഇതിലും വിത്തുണ്ടാകും കേട്ടോ, വിത്ത് പൊട്ടി മുളയ്ക്കും. അങ്ങനെ അത് നട്ടുപിടിപ്പിക്കാം. പിന്നെ കട്ടിങ്സ് നട്ടുപിടിപ്പിക്കാം. ഇതാണ് കാശിത്തുമ്പ, കണ്ടോ നല്ല കളറല്ലേ. ഇത് വേറെ സൈസ് കാശിത്തുമ്പ, 2-3 സൈസ് കാശിത്തുമ്പയുണ്ട്. പിന്നെ ഇത് റോസ്, വയലറ്റ്, പിന്നെ നല്ല റെഡ് കളറുണ്ട്. അതിപ്പം പൂവായിട്ടില്ലേ.
നല്ല കളറല്ലേ, ഇളം കളർ. ഇതിനൊത്തിരി വിത്തുണ്ടാകും, അത് പൊട്ടിമുളച്ച് വേറെ തൈകൾ ഉണ്ടാകും. ഇതുണ്ട് റെഡ് കളർ, ഓറഞ്ച് കളർ, റെഡ് കളർ, വൈറ്റ് കളർ എല്ലാം ഉണ്ട്. ഒരു ബാൾസമായിരുന്നു. എന്നിട്ട് തണ്ട് മുറിച്ച് 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 നട്ട് ഞാൻ എല്ലാ ചട്ടിയിലും നട്ട് ഒത്തിരി ബാൾസം ഉണ്ടാക്കി കൂട്ടുകാരെ. ഉണ്ടോ, ഈ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ. കണ്ടോ, ചുവപ്പ് കളർ, റെഡ് കളർ, ഓറഞ്ച് കളർ, റോസ് കളർ. കണ്ടോ, വിങ്കാ റോസ് ആ കൂടെ നടുമ്പം രണ്ടും ഒരുപോലെ ഇരിക്കുന്നില്ലേ, വിങ്കാ റോസ് പോലെ തന്നെ. കാശിത്തുമ്പ എന്ന ബാൾസം നല്ലതല്ലേ, നല്ലപോലെ ഇത് തഴച്ചു വളരും. വൈറ്റ് ബാൾസായി നല്ല രസമല്ലേ കാണാൻ. മഞ്ഞ, വൈറ്റ്, ഓറഞ്ച് കളറ്, കുറേ ഉണ്ട്. കണ്ടോ, പിന്നെ നല്ല കളറല്ലേ, നല്ല കടും കളർ. ഒരു തണ്ടുണ്ട്, ഒത്തിരി ബാൾസ് ഉണ്ടാക്കാം. കട്ടിങ്സ് മുറിച്ച് മുറിച്ച് നട്ടേ, അല്ലെങ്കിൽ വെള്ളത്തിയിട്ട് വേര് പിടിപ്പിച്ചിട്ട് നട്ടാലും മതി. കൈ കിട്ടുക കളയാതെ സൂക്ഷിച്ച് എല്ലായിടത്തും കൊണ്ട് നട്ടാൽ മതി. എപ്പോഴും പൂക്കൾ തരും ഈ ബാൾസ് ഉണ്ടെങ്കിൽ. തണലത്തെ ഷെയ്ഡിൽ വെച്ചാൽ മതി. വെള്ളം കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. വേനൽക്കെന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണം, രാവിലെ വൈകിട്ടും. വേനൽ അല്ലാതുകൊണ്ട് എന്നും ഞാൻ അരി കഴുകിയ വെള്ളവും പുളിച്ച കഞ്ഞിവെള്ളവും ഒക്കെ നേർപ്പിച്ചൊഴിച്ച് കൊടുക്കും. കണ്ടോ, ചട്ടി കുറച്ച് മണ്ണേ ഇടുള്ളൂ. അപ്പം നമുക്ക് ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് എടുത്ത് മാറ്റി വെക്കാനും പറ്റില്ല, മണ്ണ് കുറച്ചിട്ടാലേ, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. എന്ത് നല്ല കളറാണ് ഈ വെള്ളക്കല്ലേ, നല്ല രസമുണ്ട് കാണാനല്ലേ. പല കളറുണ്ട്, പല കളർ. റെഡ് കളർ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. കണ്ടോ, ചുവപ്പ് കളറ്, മഞ്ഞ, റോസ്, ഓറഞ്ച്, എല്ലാ കളറും ഉണ്ട്. ഇതെങ്ങനത്തെ ഒരു കുഞ്ഞു ചെടിയായിരുന്നു.
ഇങ്ങനെ നട്ട് പിടിപ്പിച്ചേക്കുവാണ് അരിക്കണ എല്ലാം ചട്ടിയിൽ. നല്ല രസമല്ലേ ഡബിൾ പെറ്റല്ല റോസപ്പൂ പോയ കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. ചട്ടി ഇച്ചിരി മണ്ണേ ഉള്ളൂ ചട്ടിയിൽ. കേട്ടോ എത്ര ഭംഗിയെന്ന് നോക്കിയാൽ റോസപ്പൂ പോലെ അല്ലേ. ഇതൊക്കെ ഇടുക്കിയിൽ നിന്ന് ഒരാളോട് പൈസ കൊടുത്ത് മേടിച്ചാണേ. ഡബിൾ പെറ്റൽ മാത്രം. കാശിത്തുമ്പ പെട്ടെന്ന് വളരും, തഴച്ച് പെട്ടെന്ന് വളരും. കണ്ടോ ഇതും കാശിത്തുമ്പ. ഇതിനൊക്കെ നമുക്ക് ഒരു കേടുമില്ല. കണ്ടോ കൂട്ടുകാരെ, ഇലയൊക്കെ നല്ലപോലെ തഴച്ച് വളർന്ന് കണ്ടോ, ഒരു കേടൊന്നും ഇല്ലാതെ. കേട് മുരടിപ്പ് കാണുമ്പോഴേ കഞ്ഞിവെള്ളം നേർപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് സ്പ്രേ ചെയ്താൽ മതി. ഇഷ്ടംപോലെ ബാൾസം പെട്ടെന്ന് തഴച്ച് വളരും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ. വേനലല്ലേ, അപ്പം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക എല്ലാത്തിനും. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.